ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ ട്രക്കിംഗ് അനുഭവം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ചാനൽ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇതുകൂടി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. മൂകാംബിക ദേവീക്ഷേത്ര ദർശനം പലപ്പോഴായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും കുടജാദ്രി മല കയറിയിട്ടില്ല. എന്നൊരു ഭയമായിരുന്നു മേലേക്ക് ട്രക്കിങ്ങിന് എനിക്ക് സാധ്യമാകുമോ എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം മനസ്സിലും ശരീരത്തിനുള്ള പല്ലായ്മകളും വയ്യായ്മകളും മാറ്റി ഞാൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശനിയാഴ്ച രാവിലെ മൂകാംബിക ദേവി ദർശനം കഴിഞ്ഞ് അന്നപ്രസാദവും കഴിച്ച് കറക്റ്റ് ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടെ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 31 കിലോമീറ്റർ ഓൺ റോഡ് കഴിഞ്ഞതിന് ശേഷമാണ് 9 കിലോമീറ്റർ ഓഫ് റോഡ് തുടങ്ങുന്നത്. അതിൻ്റെ അനുഭവം എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിസാഹസികം എന്നാണ്. ചെറിയ ശാരീരികമായ വയ്യായികകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും എങ്ങനെയൊക്കെയോ അത് തരണം ചെയ്യാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടിയിരുന്നു. 9 കിലോമീറ്റർ ആണെങ്കിലും 9 മലകൾ കയറുന്നതിനൊപ്പം സഹിക്കേണ്ടി വരുന്ന ഒരു ദുർഘടമായ ഒരു യാത്രയാണ് ഇതിലൂടെ അനുഭവിച്ചത്. നമുക്ക് കിട്ടിയ ഡ്രൈവർ വളരെ എക്സ്പേർട്ടായ ഒരാളാണ്. പാസഞ്ചേഴ്സിനെ കൂടെ എങ്ങനെ കൊണ്ടുപോകണം, അവർക്ക് ഭയമില്ലാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരാളായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ജേണിക്ക് തയ്യാറെടുക്കുമ്പം എന്നെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തത് എൻ്റെ ഭർത്താവാണ്. അപ്പോൾ ഈ ജേണി തുടങ്ങി നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിലൂടെ. എനിക്ക് വലിയ ഷൂട്ടിംഗ് ഒന്നും അറിയില്ല, കാരണം വളരെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. നമുക്കതിൻ്റെ ദുർഘടമായ വഴികൾ എങ്ങനെയാണെന്ന് ചിലപ്പോൾ ശരിക്കും മനസ്സിലാവില്ല. എന്നിരുന്നാലും ചെറിയ രീതിയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ 9 കിലോമീറ്റർ ഓഫ് റോഡ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഡ്വഞ്ചറസ് ജേണിയാണ്. വളരെ നാരോ റോഡാണ്, കുണ്ടുകളുണ്ട്, കുഴികളുണ്ട്, ഒട്ടും ലെവലല്ല, വലിയ വലിയ കല്ലുകളുണ്ട്. ഇടയ്ക്കൊക്കെ ജീപ്പ് എടുത്ത് ചാടി കിടക്കുകയാണ്.